ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം തിരുവചനമാണ് കഴിഞ്ഞ ദിവസം നാം ശ്രവിച്ചത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ശരീരത്തെ മെരുക്കുന്നതിന് ഭാഗമായിട്ട് റോമക്കാർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം തിരുവചനമാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാവുക. ഈശോ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലെത്തിയപ്പോഴാണ് സാത്താൻ്റെ പ്രലോഭനം ഉണ്ടാവുക. ഈ വിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനാണ് ക്രിസ്തുവിനെ ധരിച്ചിട്ടുള്ളത്. തുടർന്ന് പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ. വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.